വയനാട് പഞ്ചാരക്കൊല്ലിയിൽ കടുവയ്ക്കായുള്ള തെരച്ചിൽ മൂന്നാം നാൾ. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന അല്പസമയത്തിനകം തുടങ്ങും. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതിനാൽ പഞ്ചാരക്കൊല്ലിയിലെയും പരിസരത്തെയും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചു. രാവിലെ 11-ന് കൽപ്പറ്റയിൽ നടക്കുന്ന ഉന്നതതല യോഗത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ പങ്കെടുക്കും. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിജിത്ത് മുഴക്കുന്നിയുണ്ട്. ആദ്യം അഭിജിത്ത് മുഴക്കുന്നുമുണ്ട്. ആദ്യം സുർജിത്തിലേക്ക് പോകുന്നു. സുർജിത്ത്, നമ്മൾ സ്വാതന്ത്ര്യം, പരമാധികാരം, അതിൻ്റെ വാർഷികമൊക്കെ ആഘോഷിച്ച ദിവസമാണ്. ഇത് അക്ഷരാർത്ഥത്തിൽ വേറൊരർത്ഥത്തിൽ ആ നാടിൻ്റെ സ്വാതന്ത്ര്യം ഇല്ലാതായിപ്പോയ ദിവസം കൂടിയാണ് ഒരു കടുവ കാരണം. ഏത് രീതിയിലായിരുന്നു രാത്രിയിലെ തിരച്ചിൽ, രാവിലെയുടെ തിരച്ചിൽ എങ്ങനെയാണ്? അപ്ഡേറ്റ് എന്താണ് സുർജിത്ത്? ഹാഷ്മി, ഈ തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് രാത്രിയിൽ ഒരു പരിശോധന നടന്നതാണ്. പക്ഷേ ആ പരിശോധന പ്രായോഗികമല്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ ഒരു ഭൂമിശാസ്ത്ര പ്രത്യേകതയാണ്. ഇവിടുത്തെ ഇടതൂർന്ന വനമേഖലയാണ്, തോട്ടത്തോട് ചേർന്ന് ഇടതൂർന്ന വനമേഖലയായതിനാൽ തന്നെ ഈ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തുക എന്നുള്ളത് പ്രായോഗികമല്ലാത്തൊരു സ്ഥിതി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം രാത്രിയിലെ പരിശോധന അത് സാരമായ രീതിയിൽ തന്നെ ഇതിനെ ബാധിക്കുന്ന തരത്തിൽ തന്നെയാണ് ഉള്ളത്. മാത്രമല്ല, ആകെ തേയിലക്കാടുകൾ, അതോടൊപ്പം തന്നെ കാപ്പിത്തോട്ടങ്ങൾ, ഇതെല്ലാം തന്നെയുള്ള ഒരു ഭൂമിശാസ്ത്രപരമായ ഒരു ടെറൈനാണിത്. അതാണ് ഈ തെരച്ചിലിനെ സാരമായ രീതിയിൽ തന്നെ അത് രാത്രിയിൽ ബാധിക്കുന്നത്. പക്ഷേ പകൽ അങ്ങനെയല്ല. പകൽ കുറച്ചുകൂടി ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന കാര്യക്ഷമമായ രീതിയിൽ തന്നെ നടത്താൻ തന്നെയാണ് വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം 38 ക്യാമറ ട്രാപ്പുകൾ വെച്ചിട്ടുണ്ട്. 6 ലൈവ് ക്യാമറകളുണ്ട്. അതിലെല്ലാം തന്നെ വരുന്ന വിഷ്വൽസിൻ്റെ പരിശോധന നടക്കുന്നുണ്ട്. രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങളിലേക്ക് വനംവകുപ്പ് കടക്കുന്നുണ്ട്. ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, ഇവിടുത്തെ റേഞ്ച് ഓഫീസർ അടക്കമുള്ള ആളുകൾ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത്. ഡോക്ടർ അരുൺ സക്രയുടെ ടീം അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തും. ക്യാമറ ട്രാപ്പുകളുടെ പരിശോധന അനുസരിച്ച് അതിൽ കടുവ വീണ്ടും കണ്ടിട്ടുണ്ടോ, സാന്നിധ്യമുണ്ടോ എന്നുൾപ്പെടെയുള്ള പരിശോധനയാവും നടക്കുക. ഇതിനുശേഷം ഈ കടുവ കേരളത്തിൻ്റെ ഡാറ്റാബേസിൽ ഉൾപ്പെട്ട ഒരു കടുവയല്ല എന്നുള്ള സ്ഥിരീകരണം വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാഗർഹോളെ ടൈഗർ റിസർവിനോട് ഇതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ID ലഭിക്കുന്നതിന് വേണ്ടിയുള്ള വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല, ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയോടും ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ഈ കേരളത്തിൻ്റെ വനംവകുപ്പ് ചോദിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ ഈ കടുവയുടെ ID ലഭിക്കുകയുള്ളൂ എന്നുള്ളത് വലിയ പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇന്ന് നിരോധനാജ്ഞ കൃത്യമായ രീതിയിൽ തന്നെ നാട്ടുകാർ പാലിക്കണമെന്നുള്ള നിർദ്ദേശം പോലീസ് നൽകിയിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ഈ മിഷനെ കാര്യമായ രീതിയിൽ ബാധിക്കുന്നുണ്ട്. പ്രതിഷേധങ്ങൾ ഉടലെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും മിഷനെ, ഇന്നലെ പോലും ഈ ഡോക്ടർ അരുൺ സക്രി ഉൾപ്പെടെയുള്ള സംഘം ഇവിടേക്ക് എത്തിയത് വെറ്റിലപ്പാറയിലെ ആ മസ്തകത്തിന് പരിക്കേറ്റ ആനയെ മയക്കുവെടി വെച്ച് അതിനുശേഷം ചികിത്സ നൽകിയ ശേഷമാണ് അവർ ഇന്നലെ തന്നെ അവിടെ നിന്ന് രാവിലെ പുലർച്ചെ തന്നെ പുറപ്പെട്ടതാണ്. അങ്ങനെ ഉച്ചയോടുകൂടിയാണ് ആ സംഘം എത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തുടർച്ചയായ മിഷനുകൾ വനംവകുപ്പിന് മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ബാധിക്കാത്ത വിധത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നുള്ള അഭ്യർത്ഥന പോലീസും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിരോധനാജ്ഞ ഇന്നും 4 ഡിവിഷനുകളിൽ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. മന്ത്രി എ കെ ശശീന്ദ്രൻ ഇവിടേക്ക് വയനാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളിൽ പങ്കെടുക്കും. അതിനുശേഷം ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. CCF KS ദീപ, DFO മാർട്ടിൻ ലോവൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. എന്തായാലും ഇന്ന് കടുവയെ നിരീക്ഷിക്കും. വീണ്ടും കടുവയെ കണ്ട സാഹചര്യം ഭീതിയുണ്ട് ആളുകളെ സംബന്ധിച്ചിടത്തോളം. ഹാഷ്മി. ഓക്കെ, സുർജിത്ത് അയ്യപ്പത്താണ് അവിടെ തെരച്ചിലെ വിവരങ്ങൾ നൽകിയത്. ഇവിടെ ദിലീപ് PC പറയുന്നുണ്ട്, തൻ്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് വയനാട്ടിലേക്ക് വരാൻ മനസ്സ് കാണിച്ച വനംവകുപ്പിന് ആദരണീയനായ മന്ത്രിയെ വയനാട്ടിലെ പാവം ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. എന്തോ ഒന്ന് കുത്തി പറയുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അഭിജിത്ത് മുഴക്കുന്നാണ് പഞ്ചാരക്കൊല്ലിയിൽ നിന്ന് ചേരുന്നത്. അഭിജിത്ത്, രാവിലെ ഒരു തെരച്ചിലിൻ്റെ സ്ട്രാറ്റജി എന്താണ് അഭിജിത്ത്? ഗുഡ് മോർണിംഗ്. ഹഷ്മി, ഗുഡ് മോർണിംഗ്. സുർജിത്ത് പറഞ്ഞതുപോലെ തന്നെയാണ് ആ രീതിയിൽ ഈ കടുവയെ സ്പോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ അത് വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുന്നുണ്ട്. ഞാനിപ്പോഴുള്ളത് ഹഷ്മി, ഈ പഞ്ചാരക്കൊല്ലിയിലെ ഇന്നലെ വീണ്ടും കടുവയെ കണ്ടു എന്ന് നാട്ടുകാർ പറഞ്ഞ ആ മേഖലയിലാണ്. നമുക്കറിയാം, വലിയ രീതിയിലുള്ളൊരു ഭീതി വൈകിട്ടോടുകൂടി നാട്ടുകാർ കുടലെടുത്തിരുന്നു. കാരണം വീണ്ടും കടുവയെ കണ്ടു എന്ന് നാട്ടുകാരിൽ ചിലർ പറഞ്ഞു. ആ പ്രദേശത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഈ നാട്ടുകാരെ വീണ്ടും കടുവയെ വീണ്ടും കണ്ട ഈ പ്രദേശവാസികളുണ്ട്. ചേച്ചി, എവിടെയായിരുന്നു കടുവ ഉണ്ടായിരുന്നത്? അഷ്മി, ഈ മരത്തിന്റെ ഇടയിലായി കടുവയെ കണ്ടു എന്നുള്ളതാണ് ഈ നാട്ടുകാർ പറയുന്നത്. അതിന് പിന്നാലെ വലിയ രീതിയിലുള്ള തെരച്ചിൽ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു, വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇവിടെയാണ് ഉണ്ടായിരുന്നത്. അമ്മ ഇവിടെ ബേക്കിൽ തുണിയെടുക്കാൻ വന്നതാണ്. പിന്നെയാണ് എന്നെ വിളിച്ചിട്ട് കാണിച്ചിരുന്നത്. അന്നേരം വാതിൽ തുറന്ന് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് കണ്ടില്ല. അപ്പോൾ കുരങ്ങെല്ലാം ഓടുന്നുണ്ട്. അങ്ങോട്ടേക്കാണ് കുരങ്ങ് പോകുന്നത്. പട്ടികൾ ഇങ്ങോട്ട് ഓടുന്നുണ്ട്. കോഴി കൊക്കി അങ്ങോട്ട് ഓടിപ്പോയി.
അന്നേരം അങ്ങോട്ട് നോക്കുന്നതിൻ്റെ ഇടക്കാണ് ഇവിടെ ചെറിയൊരു അനക്കം കണ്ടിട്ടാണ് ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പോഴാണ് ഇവിടെ കടുവ നേരെ ഞങ്ങളെ നേർക്ക് നിൽക്കുകയാണ്, ഒരു ചാട്ടത്തിന് എന്നുള്ളതിൽ നേർക്ക് നിൽക്കുകയാണ്. പിന്നെ ഞങ്ങളകത്തേക്ക് ഉപ്പാൻ്റെ പെങ്ങളാണ് വലിച്ചോണ്ട് ഓടി. ഭയന്നു പോയല്ലേ? സത്യത്തിൽ ജീവൻ പോയി, മരിക്കാത്ത ജീവൻ പോയി തന്നെ പറയാം. ഇപ്പോഴായൊരു ഷോക്കിന്ന് വിട്ടുവരില്ല. അതിനുശേഷം ഇവിടെ വനംവകുപ്പിന്റെ ഒരു പരിശോധന ഉണ്ടായിരുന്നു. അവർ വന്നു, ഇരുട്ട് വീണത് കാരണം അവർ തിരിച്ചു പോയിട്ടുണ്ട്. അപ്പം ഇന്നെന്തായാലും വന്ന് അവരൊന്ന് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നെ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇവിടെ വിട്ടു പോയിട്ടില്ല. ആഷ്മി, അത് തന്നെയാണ് ഈ പ്രദേശവാസികളുടെ ഒരു ആശങ്കയുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നോക്കിയാൽ കാണാം, അടുത്തടുത്ത് വീടുകളുണ്ട്. ഇതിന് തൊട്ട് സമീപത്ത് തന്നെയാണ് കടുവ വീണ്ടും വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിന് തൊട്ട് അടുത്ത വഴിയിൽ കൂടിയല്ലേ രാധ ഈ തൊട്ട വഴി പറഞ്ഞാൽ ഇതിൽ പോയി കഴിഞ്ഞാൽ അവരെ അപ്പുറത്ത് കൂടെ ഈ റോഡും ആ റോഡും കൂടി ഒന്നിച്ച് മുട്ടുന്ന സ്ഥലം. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 150 മീറ്ററിന് കഷ്ടി ഇത്രേ ഉണ്ടാവുള്ളൂ. അതിൽ പോകണമെങ്കിൽ 1 കിലോമീറ്ററിന് അടുത്ത് പോകണം. എസ്റ്റേറ്റിനുള്ളിൽ കൂടെ പോകണം. ഇതിൽ പോകണ 150 മീറ്റർ ഏകദേശം എത്തിക്കഴിഞ്ഞാൽ അവിടെ എത്തി. ഇറങ്ങുന്ന സ്പോട്ടിൽ വെച്ചിട്ടാണ് പിടിക്കുന്നത്, തോട്ടത്തിലേക്ക് ഇറങ്ങുന്നതാണ്. അപ്പോൾ അച്ഛപ്പനെ അവളെ ഭർത്താവ് എന്താക്കുന്നത്, ഇവിടെ പകുതി വേറെ റോഡുണ്ട്, അവിടെ മേലെ വണ്ടി കൊടുന്നാക്കിയിട്ട് സാധാരണ ഒരു സ്ഥിരം പോകുന്ന റൂട്ടാണ്, എല്ലാവരും നമ്മളൊക്കെ ഒറ്റക്ക് പോകുന്ന റൂട്ടാണ്. പിന്നെ ആ കണ്ടിച്ച് അവൾ പോയി സാധാരണ പോകുന്ന റൂട്ടായതുകൊണ്ട് അവിടെ പോയി ആ ഇറങ്ങുന്ന വർക്കത്തിലാണ് സംഭവിച്ചത്. അതുപോലെ 2 മരത്തിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് എന്തായാലും അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഇതിൻ്റെ രാധനെ അവിടെ പിടിച്ചിട്ട് അവിടുന്ന് പിന്നെ 150 മീറ്റർ ഓടക്കാട് കൂടെ വലിച്ചിട്ട് വള്ളച്ചാൽ കൂടെ തന്നെ വലിച്ചിട്ടാണ് മേലെ കയറ്റിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കാണുന്നത്. ചേച്ചി, വലിയൊരു ആശങ്കയുണ്ടല്ലേ, വലിയൊരു ഭീതിയിലാണ് നിങ്ങൾ കഴിയുന്നത്? പിന്നെന്താ, പേടിയില്ലാതെ വെക്കുവോ? ഇന്നലെ ആങ്ങളുടെ ഭാര്യനെ പിടിക്കുമായിരുന്നു. ആ രൂപത്തിലാണ് ഇവിടുന്ന് ചാടാനുള്ള ഇതിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ അവിടെ ഇരുന്ന് നിൽക്കുന്നുണ്ടായേ. അന്നേരം നോക്കുമ്പോൾ ഇങ്ങോട്ട് ചാടാൻ വേണ്ടിയിട്ട് ഞങ്ങളില്ലെങ്കിൽ മുപ്പത്തിനെ ഇന്നലെ പിടിച്ച്. അത്ര ഇത്ര അടുത്തല്ലേ, ഇവിടെ നിങ്ങൾ ചാടി അങ്ങോട്ട് കിട്ടിയില്ലേ? കണ്ടോ, സത്യമാണോ പറയണത്, ഇവിടെ ഉണ്ടായിരുന്നോ, നുണ പറയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാധേച്ചീനെ ഇന്നലെ കൊന്നിട്ടേം കൊണ്ട് അവർ എന്താണ് ഇത് സത്യമെന്ന് വിശ്വസിച്ചിന്. ആ സ്ഥാനത്ത് ഇന്നലെ എൻ്റെ ഉമ്മാൻ്റെ ജീവൻ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടു എന്ന് പറഞ്ഞത് അവർ സത്യമായിട്ട് അംഗീകരിക്കുമായിരുന്നു. പോലീസുകാർ പറയുന്നത് തന്നെ നിങ്ങൾ വേണേ തെരച്ചിൽ നടത്തിക്കോന്ന്, ഇല്ലെന്ന് ന്യായമല്ല സാറേ. നിങ്ങൾ തന്നെ പറ, നിങ്ങൾ തെരച്ചിൽ നടത്തിക്കോന്ന് പറയുന്നേ. അങ്ങനെയാണ് എൻ്റെ ഉമ്മാനെ കൊണ്ടുപോകുകയാണെങ്കിൽ അവരിങ്ങനെ പറയുമോ? ഓരോ ഭാഗത്താണ്, ഓരോ കുടുംബത്തിനാണ് ഇന്നത് സംഭവിച്ചെങ്കിലോ. ഇവിടെ കൂട് വെക്കുകയാണെങ്കിൽ ഇവിടെ ഉറപ്പായിട്ടും കിട്ടും സാധനത്തിന്. എന്നാലും ഇവിടെ വിട്ട് പോയിക്കില്ല. ഇന്നലെ പട്ടികൾ കുറയ്ക്കുന്ന ഒച്ച ഇന്നലെ എങ്ങനെ കേൾക്കുന്നുണ്ടേനോ, പട്ടികൾ കുറയ്ക്കുന്നേനോ കുറേ ഒച്ച ഇന്നലെ കേട്ടിക്കേനോ. ഹാഷ്മി, അതുപോലെ തന്നെയാണ് ഇവരുടെ ആശങ്ക. ഇവരുടെ വാക്കുകളിൽ വ്യക്തമാണ്. കാരണം ഇവരുടെ വീടിന് തൊട്ട് സമീപത്തായാണ് കടുവയെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വലിയ ഭയാശങ്കകൾക്ക് നടുവിലാണ് ഇവർ ജീവിക്കുന്നതെന്ന് പറയാതെ വയ്യ. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ കടുവയെ കണ്ട പ്രദേശമാണിത്. ഇതിന് തൊട്ടപ്പുറത്ത് വനമാണ്. ഈ കാണുന്ന ആ മലയ്ക്കപ്പുറം തിരുനെല്ലിയാണ്. ഈ തൊട്ടപ്പുറത്ത് വെച്ച്, അതായത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന അവിടെ വെച്ച് തന്നെയാണ് ഈ രാധയ്ക്കു നേരെ കടുവയുടെ ആക്രമണം ഉണ്ടായതും രാധ കൊല്ലപ്പെടുന്നതും. നമ്മൾ ഈ കാണുന്ന വഴിക്ക് സമാന്തരമായി മറ്റൊരു റോഡുണ്ട്. ആ റോഡിലൂടെയാണ് ഈ അച്ചപ്പൻ, താൽക്കാലിക വാച്ചറായ അച്ചപ്പൻ രാധയെ തൻ്റെ സ്കൂട്ടറിൽ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവിടുന്നത്. അവിടെ ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് കടുവയുടെ ആക്രമണം രാധയ്ക്ക് നേരെ ഉണ്ടാകുന്നതും രാധ കൊല്ലപ്പെടുന്നതും. അപ്പോൾ ഈ കടുവയെ വീണ്ടും കണ്ടു എന്ന് പറയുന്ന പ്രദേശവും ഈ രാധ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന പ്രദേശവും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അതിനാൽ തന്നെ വലിയൊരു ആശങ്ക. അച്ഛപ്പൻ താൽക്കാലിക വാച്ചറാണ്. ഭാര്യയെ കൊണ്ട് അവിടെ ഇറക്കി വിട്ടതിന് പോയതിന് തൊട്ട് പിന്നാലെ ആരെയോ കടുവ ആക്രമിച്ചു എന്ന് അറിയുന്നു. തിരിച്ചു പെട്ടെന്ന് അച്ഛപ്പൻ ഓടിപ്പോയി യൂണിഫോം ഇട്ട് തിരിച്ചു വരുമ്പോൾ കാണുന്നത് സ്വന്തം ഭാര്യയുടെ, എന്താ പറഞ്ഞാൽ അവിടെ ഇറക്കി വിട്ടുപോയ സ്വന്തം ഭാര്യയുടെ അങ്ങേയറ്റം കീറിപ്പറഞ്ഞ മൃതദേഹമാണ്. അപ്പോൾ തന്നെ പാമ്പ് പിടിച്ചോ ബോധം കെട്ട് വീണു എന്നാണ് ഇന്നലെ നമ്മുടെ ചർച്ചയിൽ ഷാനവാസ് എന്ന് പറയുന്ന ചർച്ച ഇന്നലെ വന്ന ഇതിനടുത്തൊരാളാണ്, എനിക്കൊന്ന് അവരുടെ വീട്ടുകാരാണെന്ന് സംസാരിച്ചത്. ഷാനവാസ് പറയുന്നത് ഷാനവാസിന് അമ്മ നോക്കുമ്പോഴത്തേക്ക് ഈ കടുവ ഇങ്ങനെ പതുങ്ങി ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുക. എന്തൊരവസ്ഥയാണല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പറ്റും. രാവിലെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് ഒരു കടുവ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പരുവത്തിന് കാഴ്ച കണ്ടാൽ തന്നെ നമ്മൾ ബോധം കെട്ട് വീഴും. അങ്ങനെയുള്ള ഈ നമ്മുടെ ഏറ്റവും വലിയ ഭീതി എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചു പോകുന്നുള്ള ഭീതിയല്ലേ, പ്രാണഭീതി. അങ്ങനെ പ്രാണഭീതിയിൽ ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരുടെ അവസ്ഥ വളരെ ദയനീയമാണ്, വളരെ ഭീകരമാണ്. ഇനിയെങ്കിലും സർക്കാരുകൾ, ഞാൻ പറയുന്നത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ എന്ന് പറഞ്ഞാൽ അവിടെ നിയമ ഭേദഗതി മുതൽ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളടക്കം ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.